എർത്തിൻ്റെ ക്രാക്സിൽ മാഗ്മ ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ജിയോളജിക്കൽ ഫോർമേഷനാണ് ഡൈക്സ് എന്ന് പറയുന്നത്. അങ്ങനെ വർഷങ്ങളെടുത്തുണ്ടായ ഒരു ഡൈക്ക് ഫോർമേഷനിൽ 3000 വർഷത്തിന് മുമ്പ് ഒരു ഫോർട്ട് നിർമ്മിക്കപ്പെടുന്നു. ജുന്നാർ നാനഗഡ് ട്രേഡ് റൂട്ട് നിരീക്ഷിക്കാൻ ഒരു വാച്ച് ടവറായും ഈ ഫോർട്ട് പിന്നീട് യൂസ് ചെയ്തിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരെയുള്ള യുദ്ധത്തിൽ ഈ ഫോർട്ടിലേക്കുള്ള പടികൾ തകർക്കപ്പെടുന്നു. 90 ഡിഗ്രി ചെരിവിൽ തകർക്കപ്പെട്ട പടികളും കടന്ന് ഓരോ കാൽവെപ്പും അത്രയും സൂക്ഷ്മതയോടെ മാത്രം കയറാൻ സാധിക്കുന്ന ഒരു അഡ്വഞ്ചർ ട്രെക്കിംഗ് സ്പോട്ടായി ഈ ഫോർട്ട് ഇന്നും നിലകൊള്ളുന്നു. മഹാരാഷ്ട്രയിലെ താനെ ഡിസ്ട്രിക്റ്റിൽ മൊറോഷി ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന മഹാരാഷ്ട്രയിലെ തന്നെ സെക്കൻഡ് ഹാർഡസ്റ്റ് ആൻഡ് ഡേഞ്ചറസ് ട്രെക്കിംഗ് എന്ന് അറിയപ്പെടുന്ന ബൈരാഗഡ് ഫോർട്ട് ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഹരിശ്ചന്ദ്രഗഡ് ട്രെക്കിങ്ങിനെല്ലാം ശേഷം ഞങ്ങൾ വൈകുന്നേരം മൊറോഷിയിലെത്തി. അവിടെ ഒരു ഹോം സ്റ്റേയിൽ ബഡ്ജറ്റ് സ്റ്റേ എടുക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം രാവിലെ 6 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ട്രെക്കിങ്ങിൻ്റെ ബേസ് പോയിന്റിലെത്തി. ട്രെക്ക് വൈവ് എന്നൊരു അഡ്വഞ്ചർ ട്രെക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ട്രെക്കിംഗ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ പ്രത്യേകത നമുക്കൊരു ഗൈഡും അതുപോലെ തന്നെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ടീമിൻ്റെ കൂടെ ചേർന്ന് ഒരു പാക്കേജ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ട്രെക്കിംഗ് ചെയ്യാൻ. മുംബൈ ടു മുംബൈ അല്ലെങ്കിൽ പൂനെ ടു പൂനെ വരെ 1800 മുതൽ 2000 രൂപ വരെയാണ് ഈ ഒരു പാക്കേജിൻ്റെ കോസ്റ്റ്. അതിൽ ട്രാൻസ്പോർട്ടേഷനും ഫുഡും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഡ്രോൺ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 500 രൂപ പേ ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഓൾറെഡി സ്കൂട്ടറിന് ട്രാവൽ ചെയ്തിരുന്നതുകൊണ്ട് ബേസ് ടു ബേസ് പാക്കേജാണ് എടുത്തത്. അതുപോലെ ഫുഡും ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 1200 രൂപയാണ് ആയത്. ഈ ഒരു ചെറിയ വാട്ടർ ക്രോസിങ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ നിന്ന് വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഒരു 1 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം മഹാരാഷ്ട്രയിൽ ഇപ്പം മൺസൂൺ സീസണൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം വെയിലുണ്ട്. രാവിലെ 6 മണിക്ക് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും കളക്ട് ചെയ്തിട്ട് ഹോട്ടൽ ഭൈരവനാഥിൽ നിന്ന് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യം ഒരു ഫോറസ്റ്റ് റൂട്ട് വഴിയാണ് നമുക്ക് 2 മണിക്കൂർ ട്രെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഫോർട്ടിൻ്റെ ബേസ് പോയിന്റിലെത്തും. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ ഒരു ഫോറസ്റ്റ് ട്രെക്കിങ്ങിനെല്ലാം ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഓപ്പൺ ഏരിയ എത്തും. ഇവിടുന്ന് നമുക്ക് ആ ഒരു സഹ്യാദ്രി മലകളുടെ ഒരു വൈഡ് ഓപ്പൺ വ്യൂ ഉണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പോയിൻ്റാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബ്രേക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് നമ്മൾ 1-2 അടുത്ത് ചെറുതായിട്ട് റെസ്റ്റ് ചെയ്തിരുന്നെങ്കിലും നമുക്കൊരു മേജർ ഒരു വ്യൂ പോയിൻ്റ് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ട്രെക്കിങ്ങിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പോയിൻ്റാണിത്. ഇവിടുന്ന് നമുക്ക് ബൈരാഗഡ് ഫോർട്ടിൻ്റെ 2 സൈഡും കാണാൻ സാധിക്കും. ഇവിടുന്നാണ് നമ്മൾ സേഫ്റ്റി ഗിയേഴ്സ് വെയർ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നേരം ഇത് ക്യാരി ചെയ്യുകയാണ്. ഇവിടുന്ന് ലോക്കൽ ഗൈഡ് നമ്മളിതിനെ പ്രോപ്പറായിട്ട് വെയർ ചെയ്യാനൊക്കെ സഹായിക്കും. സമയം ഏകദേശം 8 മണിയോട് അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഒരു സൺറൈസിനൊക്കെ ശേഷം മലകളുടെ ടോപ്പ് ഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിലുണ്ട്. നമുക്ക് ബൈരാഗഡ് ഫോർട്ടിൻ്റെ പുറകിലായിട്ട് സൂര്യൻ ഒളിച്ചിരിക്കുന്നത് കാണാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്രെയിമായിരുന്നു അത്. അപ്പം ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം ഏകദേശം ഒരു 1/2 മണിക്കൂറും കൂടെ ചെറിയൊരു ഫോറസ്റ്റിൽ കൂടെ ട്രെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫോർട്ടിൻ്റെ ഏറ്റവും ബേസിലെത്തുക. നിലവിൽ 2 ഗൈഡാണ് നമ്മുടെ ഒപ്പം വന്നിട്ടുള്ളത്. അതിൽ ഈ ചേട്ടനാണ് നമുക്ക് ഡ്രോൺ വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. അപ്പം അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം കളക്ട് ചെയ്ത് ഒരു കോമൺ പോയിന്റിൽ ചേട്ടൻ വെക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പം ഇത് കളക്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഇതുപോലെ വേസ്റ്റുകൾ ശ്രദ്ധയില്ലാതെ അവിടെ ഇവിടെയും കളയാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബാഗുകളിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ലോക്കൽ ഗൈഡിൽ ഒരു ചേട്ടൻ നമുക്ക് കുറച്ച് മുമ്പേ പോയി റോപ്സ് എല്ലാം തന്നെ വലിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി ബെൽറ്റിൽ നിന്നുള്ളൊരു ഹുക്ക് നമ്മൾ ഈ ഒരു റോപ്പിലോട്ട് ഇട്ടിട്ട് വേണം നീങ്ങാൻ വേണ്ടി ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിൽ കൂടെ. അങ്ങനെ ഇതിനു മുമ്പ് ഞങ്ങൾ പോയിട്ടുള്ള എല്ലാ ട്രെക്കിങ്ങിലെയും പോലെ ഞാനും റോമി ബ്രോയും ഏറ്റവും ഫ്രണ്ടിൽ
360 ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ ലീഡേഴ്സിനെ പോലെ പോകുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തായാലും ആ ഒരു ഫോർട്ട് അവിടെ ആകാശം മുട്ടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് ധൈര്യം സംഭരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. മഹാരാഷ്ട്രയിലെ എൻ്റെ ആദ്യത്തെ സോളോ കാലു വാട്ടർഫോൾ യാത്രയിൽ ഇങ്ങനെ ബസ്സിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെ ദൂരെയായിട്ട് നമുക്കിങ്ങനെ ഒരു മല ഇങ്ങനെ കാണായിരുന്നു, ഒരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന. അപ്പം അന്ന് തൊട്ട് നോക്കി വെച്ചിരുന്ന ഒരു മലയാണിത്. അപ്പം അന്ന് പരിചയപ്പെട്ട കുറച്ച് ട്രക്കിംഗ് ടീമാണ് പറഞ്ഞത് അവിടെ നമുക്ക് ട്രക്കിംഗ് ചെയ്യാൻ പറ്റും, റാപ്പലിംഗ് ഉണ്ട്, കുറച്ച് അഡ്വഞ്ചറസ് ട്രക്കിംഗ് ആണെന്നൊക്കെ, മസ്റ്റ് ട്രൈ ആണെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പം ഒരു 3 മാസത്തോളമായിട്ട് മനസ്സിലിങ്ങനെ കുറിച്ചിട്ടതാണ്. പക്ഷെ മൺസൂണിൽ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്തു. ഫൈനലി ആ ഒരു ഡേയിലേക്ക് നമ്മൾ എത്തി. അങ്ങനെ ഞങ്ങൾ ഫോർട്ടിൻ്റെ ബേസിലെത്തി. ലോക്കൽ ഗൈഡ് നേരത്തെ തന്നെ കയറി അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഹുക്കുകളിൽ കൂടെ റോപ്പുകൾ ടൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോക്കൽ ഗൈഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കേട്ട ശേഷം ഞങ്ങൾ ക്ലൈമ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 360 ക്യാമറ കൈപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ ഫോൺ ഒന്നും യൂസ് ചെയ്യാനുള്ള ഒരു സാവകാശമില്ല, എല്ലാം ബാഗിനകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്ലോലി ക്ലൈമ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലൈമ്പിംഗ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു മിഡ് പോയിൻറ്റിൽ 1-2 സ്റ്റെപ്പ് ഇല്ലാത്ത പോർഷനുണ്ട്. അവിടെ മാത്രമാണ് നമുക്ക് കുറച്ച് എക്സ്ട്രീം റിസ്കി ആയിട്ട് വരുന്നത്. അവിടെ കയറാൻ ചിലവർക്ക് കുറച്ചധികം ടൈം എടുക്കും. അപ്പം ഈ ആദ്യത്തെ ഈ ഒരു പകുതി വരെയുള്ള സ്റ്റെപ്സിന് വീതി ഭയങ്കര കുറവാണ്. വളരെ സൂക്ഷിച്ച് മാത്രം കയറുക. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് പായലും കാര്യങ്ങളൊന്നുമില്ല, അപ്പം കുറച്ചും കൂടെ സേഫാണ്. ഇവിടെ ഒരു ചെറിയ കേവ് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്തൂടെ കയറി ടോപ്പിൽ ഈ ലാഡറിൽ കൂടെ കയറി വേണം നമുക്ക് അടുത്ത പോയിന്റിലെത്താൻ. ആ കേവിനകത്തൊക്കെ നിറയെ പ്ലാസ്റ്റിക് ബോട്ടിൽ വേസ്റ്റൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ ഹരിഹർ ഫോർട്ടിലെ പോലെ തന്നെ ഇവിടെയും ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കർവ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 2 സ്റ്റെപ്സ് മിസ്സിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഒന്ന് കാലൊന്ന് എത്തി മുകളിൽ വെച്ചിട്ട് വലിഞ്ഞ് വേണം കയറാൻ. ഇവിടെ താഴോട്ട് ഭയങ്കര ഓപ്പണാണ്, താഴെ ഒന്നുമില്ല, നേരെ താഴോട്ടാണ്. അപ്പം ഇവിടെ അത്രയും ശ്രദ്ധിച്ച് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റോമി ബ്രോ ധൈര്യത്തോടെ കയറി. അപ്പം ഭയങ്കര കൂളായിട്ടാണ് റോമി ബ്രോ കയറിയത്. അപ്പോൾ എൻ്റെ ക്യാമറയും എല്ലാം ഞാൻ റോമി ബ്രോയുടെ കയ്യിൽ കൊടുത്തു. ഇവിടെ ഞാൻ കുറച്ച് കഷ്ടപ്പെടും എന്തായാലും. നമ്മുടെ ഗൈഡ് ചേട്ടൻ ഇവിടെ മുകളിൽ ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ റോപ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊന്ന് നമ്മുടെ ദേഹത്തോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ബാക്കി നമുക്ക് പിടിച്ച് കയറാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇവർ ഹെൽപ്പ് ചെയ്യും നമ്മളെ മാക്സിമം. എല്ലാവർക്കും തന്നെ കയറാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് ആദ്യം കുറച്ച് പേടിയാണെങ്കിലും പിന്നെ നമുക്ക് കുറച്ചൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ കറക്റ്റ് ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ലെഗ് എടുത്തിട്ട് ഇവിടെ ടോപ്പിലോട്ട് ആദ്യം പൊക്കി വെക്കണം. അതിനുശേഷം ഒന്ന് ഊർന്ന് പൊങ്ങി നമ്മളവിടെ പിടിച്ച് കയറിയാൽ മതി. അങ്ങനെ എൻ്റെ ട്രെക്കിംഗ് ആൻഡ് ഹൈക്കിംഗ് എക്സ്പീരിയൻസിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടൊരു മൊമെൻ്റാണ് ഇപ്പോൾ കടന്നു പോയത്.
അപ്പം അവിടെ ആ പോയിന്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പം ഭയങ്കര അധികം സ്റ്റീപ്പായിരുന്നു. അതുകൊണ്ടാണ് ആദ്യമേ ശരിക്കൊന്ന് പേടിയായിരുന്നു. കാരണം പിടിച്ച് കയറുന്ന പോയിൻ്റ് കുറച്ച് ഹൈറ്റിലാണ്. ഇപ്പോൾ വീഡിയോയിൽ നമുക്കത് കറക്റ്റ് കാണാൻ കഴിയത്തില്ല. ഓൾമോസ്റ്റ് ഒരു 2 സ്റ്റെപ്പോളം മിസ്സിംഗ് എന്ന് വേണേൽ പറയാം. അപ്പം അത്രയും ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ കാല് നമ്മൾ മാക്സിമം ലിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കണം എന്നുള്ളതാണ്. അപ്പം കംഫർട്ടബിളായിട്ടുള്ള സ്ട്രെച്ചബിളായിട്ടുള്ള ട്രെക്കിംഗ് വെയർസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ക്ലൈംബിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മേജർ പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്സിൻ്റെ വീതിയൊക്കെ കുറച്ചും കൂടെ കൂടും. ഇനിയിപ്പോൾ നമുക്ക് സേഫായിട്ട് തന്നെ ക്ലൈംബ് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവരും ക്ലൈംബ് ചെയ്ത് ഒപ്പം തന്നെ എത്തുന്നുണ്ട് ആ ഒരു പോയിൻ്റൊക്കെ കഴിഞ്ഞ്. ഇനി നേരെ ഏറ്റവും ടോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു ഫോർട്ടിൻ്റെ ഒരു ഭീകരതയെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ഇത്രയും റിസ്കി ആയിട്ടുള്ള ട്രെക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊന്നും അത്രയും ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം കുറച്ചും കൂടെ വീതിയുള്ള ഒരു ഏരിയയും കുറച്ചും കൂടെയൊക്കെ സേഫ്റ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മൊമെൻറ്റിലാണ് ഇതിന് ചുറ്റുമുള്ള മലകളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. ഭയങ്കര അധികം ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പം ഏകദേശം സമയം ഒരു 9:30 റേഞ്ചൊക്കെയാണ്. അപ്പം ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. हेलमेट इडिकല്ലേ ഭൈരവഘട്ടിൻ്റെ ഒരു ടോപ്പ് പോയിന്റിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മാൽഷേഷ്ഗഡ് സൈഡിലുള്ള ഹരിശ്ചന്ദ്രഗഡ് ഫോർട്ട്, അതുപോലെ തന്നെ നാനേഗഡ് ജീവദൻ ഫോർട്ട് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഭൈരവഘട്ട് ഫോർട്ടിൻ്റെ ഈസ്റ്റ് സൈഡിൽ കൂടെ കേട്ടോ നമ്മൾ കയറുന്നത്. നമുക്ക് ആ താഴേന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആ ഒരു നോർത്തേൺ ഫേസ് ആണ്. അപ്പം സൺറൈസ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ നല്ല കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. താഴെയായിട്ട് നമുക്ക് മൊറോഷിയും അതിനോട് ചേർന്നുള്ള മറ്റ് ഗ്രാമങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയപ്പോൾ ഏകദേശം നമ്മുടെ മീശപ്പുലിമല എത്തിയൊരു ഫീലായിരുന്നു. കാരണം ഒരു ചെറിയൊരു വരമ്പ് കൂട്ടൊരു കുഞ്ഞു വഴിയും സൈഡിൽ ഇങ്ങനെ നല്ല കാറ്റത്താടുന്ന പുല്ലുകളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു കാഴ്ചകളായിരുന്നു. അപ്പം കറക്റ്റ് എനിക്ക് മീശപ്പുലിമലയാണ് ആദ്യം ഓർമ്മ വന്നത്. ഇവിടുത്തെ നല്ല അടിപൊളി ഒരു കാറ്റുണ്ടായിരുന്നു. സംഭവം കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞ് നിന്നിരുന്നെങ്കിൽ പോലും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ ടോപ്പിൽ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുവാണ്. തിരിച്ചിറങ്ങുമ്പോഴാണ് നമുക്ക് റാപ്പലിംഗ് ചെയ്തിറങ്ങേണ്ടത്. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഡേഞ്ചറസ് പോയിൻ്റ് ഉണ്ടല്ലോ, അപ്പം അവിടെ ആ സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ പാടാണ്. അപ്പോൾ അവിടെ നമ്മൾ റോപ്പിൽ തൂങ്ങി ഇറങ്ങണം. അത്രയ്ക്ക് അടിപൊളിയാണോ? ഞാൻ ആണല്ലേ. അതായത് 3 മല കയറി ഇറങ്ങണം. ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. അടുത്ത ട്രക്കിങ്ങിന് വേണ്ടിയുള്ള പ്ലാനിങ് ആയിരിക്കും. ഇതിപ്പോൾ സെക്കൻഡ് ഹാർഡസ്റ്റ് ട്രക്കിംഗ് ആണ്. ഏറ്റവും ടോപ്പ് ഹാർഡസ്റ്റ് ട്രക്കിംഗ് എന്ന് പറയുന്നത് AMK ട്രക്കിംഗ് ആണ്. അപ്പം അതും മൺസൂണിന് ശേഷം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വരവിൽ അങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിലുള്ള എല്ലാവരും ടോപ്പിൽ കയറി ഇറങ്ങുന്ന സമയം കൊണ്ട് ഇവിടെ ലോക്കൽ ഗൈഡ് റാപ്പലിങ്ങിനുള്ള
കാര്യങ്ങൾ മൊത്തം സെറ്റ് ചെയ്തിരുന്നു. അപ്പം റാപ്പലിങ്ങിന് ആദ്യം ഇറങ്ങാൻ പോകുന്നത് ഞാനാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം തുടക്കം കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ അവർ കറക്റ്റായിട്ട് അത് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ 1-2 വീഡിയോസും നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റോപ്പിൽ പിടിച്ച് മാക്സിമം ബാക്കിലോട്ട് ലീൻ ചെയ്യണം. ബോഡി വെയ്റ്റ് മാക്സിമം ബാക്കിലോട്ട് കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഊർന്ന് ഇറങ്ങാം. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു റോപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ചിട്ട് താഴോട്ട് പോകാൻ സാധിക്കും. നല്ല സേഫ്റ്റി ഉള്ള ഒരു അഡ്വഞ്ചറാണിത്. അങ്ങനെ ആദ്യമായിട്ട് റാപ്പലിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ച ഒരു അഡ്വഞ്ചർ ട്രെക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഫോർട്ടിൻ്റെ ബേസിൽ റെസ്റ്റ് ചെയ്യുകയാണ്. നല്ല വെയിലായി തുടങ്ങി കേട്ടോ. അത്യാവശ്യം 10 മണിയായപ്പോൾ തന്നെ ചൂടായി തുടങ്ങി. ഇനി ഞങ്ങൾക്ക് തിരിച്ചിറങ്ങിയിട്ട് ഇന്ന് റിട്ടേൺ ജേണിയാണ്. ഇവിടുന്ന് തിരിച്ച് താഴെ എത്താൻ 1.5 മണിക്കൂർ മതിയാവും. ഇത്രയും ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ദാഹിക്കും. ഞങ്ങൾ വെള്ളം അധികം എടുത്തിട്ടില്ലായിരുന്നു. ഇനി താഴെ ഇറങ്ങുന്ന വഴി ഞാൻ വീഡിയോയുടെ തുടക്കം കാണിച്ച ആ ഒരു വാട്ടർ ക്രോസിങ്ങിൻ്റെ അവിടെ നിന്ന് ഫില്ല് ചെയ്യണം. ഞങ്ങളുടെ ബാഗും കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ താമസിച്ച ഒരു ഹോം സ്റ്റേയുടെ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ തിരിച്ചു പോകുമ്പം ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി ബാഗ് എടുത്ത് ഫ്രഷായിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ രാത്രി 9:30 പൻവേലിയിൽ നിന്നാണ് ഞങ്ങളുടെ റിട്ടേൺ ട്രെയിൻ. അപ്പം ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ ഒരു ദുരന്തോ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് തിരിച്ചു പോകുന്നത്. നാനേഗഡ് ജീവൻ ഫോർട്ടും കൂടെ ഞങ്ങളുടെ ഈ ഒരു മഹാരാഷ്ട്ര പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങളത് ചെയ്യുന്നില്ല. കുറച്ച് സമയക്കുറവ് മൂലവും അതുപോലെ പോകുന്ന ട്രക്കുകളെല്ലാം മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി ടൈം ഒത്തിരി ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ 4 ട്രക്കിങ്ങിൽ ഒരെണ്ണം അവോയ്ഡ് ചെയ്തു. അപ്പം നാനേഗഡ് ജീവനൊക്കെ അടുത്ത തവണ ചെയ്യാനാണ് പ്ലാൻ. ഇതിനു മുമ്പ് ചെയ്ത 2 ട്രക്കിങ്ങുകളുടെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇത് മഹാരാഷ്ട്രയിലേക്കുള്ള നമ്മുടെ 3ാമത്തെ വിസിറ്റാണ്. മൺസൂൺ ടൈമിൽ കുറച്ചധികം വാട്ടർഫോൾസ് ട്രക്കും അതുപോലെ ഫോറസ്റ്റ് ട്രക്കിംഗ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിരുന്നു. ഈ പോയ ട്രക്കിങ്ങിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. അടുത്ത സീസണിൽ മഹാരാഷ്ട്ര പോകുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആയേക്കാം. അപ്പോൾ ഈ യാത്രയുടെ എല്ലാം ഫോട്ടോസും മറ്റ് റീലും കാര്യങ്ങളെല്ലാം എൻ്റെയും റോമി ബ്രോയുടെയും ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം. അതുപോലെ റോമി ബ്രോയുടെ പെർസ്പെക്റ്റീവ് എന്നുള്ള വീഡിയോസും റോമി ബ്രോയുടെ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്യുന്നതാണ്. റോമി ബ്രോയുടെ ചാനൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അങ്ങനെ മൺസൂൺ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം വിൻ്റർ ട്രെക്കിങ്ങുകളുടെ കാലമാണ്. നല്ല നല്ല സൺറൈസുകളും സൺസെറ്റൊക്കെ ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ടൈം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഒരുപാട് നല്ല യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ജോലി തിരക്കുകളൊക്കെ മൂലം നവംബറിൽ എന്തായാലും യാത്രകൾ ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ ഡിസംബർ ജനുവരി തൊട്ട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം നമ്മൾ ഇതുവരെ ചെയ്യാത്ത ട്രെക്കിങ്ങൾ, അതുപോലെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റും ചിലപ്പോൾ കൺട്രി വരെ എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. കേരളത്തിലുള്ള ട്രെക്കിങ്ങുകളൊക്കെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ തരുന്ന ഒരു സീസണിലോട്ടാണ് നമ്മളിനി കയറാൻ പോകുന്നത്. അപ്പം ട്രെക്കിങ്ങൊക്കെ ചെയ്തു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലൊക്കെ ട്രൈ ചെയ്യുക. ഇടുക്കി, വയനാട്, നമ്മുടെ മലയോര മേഖലയിലൊക്കെ ഒരുപാട് അടിപൊളി ട്രെക്കിംഗ് ഉണ്ട്. എസ്പെഷ്യലി മസ്റ്റ് എന്നൊക്കെ പറയാവുന്ന മീശപ്പുലിമല പോലത്തെ ഒരുപാട് നല്ല ട്രെക്കിങ്ങുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൂടാതെ തന്നെ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന അഗസ്ത്യാർകൂടം ട്രെക്കിങ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ട്രെക്കിംഗ് എല്ലാം തന്നെ നമ്മുടെ കേരളത്തിലും ഉണ്ട്. അപ്പം അതെല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പം അടുത്തൊരു യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.